ഹായ് നിങ്ങളൊരു മെസ്സേജ് കണ്ടു, വാട്സപ്പിൽ കണ്ടിട്ടാണ് വരുന്നത്, ടെക് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരിത്. പക്ഷേ ഞാൻ വിചാരിച്ചത് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ ഇത് കൊടുക്കുമല്ലോ, കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഒരു ട്യൂഷൻ കൊടുക്കുമല്ലോ. അതാണ് വിചാരിച്ച് ഞാൻ വിളിച്ച സമയത്താണ് പറഞ്ഞത് അതല്ല സംഭവം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ എന്താണ് നിങ്ങളിവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഈ ടെക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ സ്ഥാപനം നമ്മൾ മെയിനായിട്ട് തുടങ്ങിയത് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ഈ ഏരിയ എഡ്യൂക്കേഷൻ ബേസ് മെയിൻലി ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് വേണ്ട ലൈക്ക് AI ടെക്നോളജീസ് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളിത് ആരംഭിച്ചത്. ഇവിടെ മെയിൻലി നമ്മൾ AI ആർട്ടിഫിഷ്യൽ ഇപ്പോഴത്തെ യുഗം എന്ന് പറയുന്നത് മെയിൻ AI-ൻ്റെ യുഗമാണല്ലോ. അപ്പോൾ AI അതേപോലെ റോബോട്ടിക്സ് പ്രോഗ്രാം, പിന്നെ ഡാറ്റ സയൻസ്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, വെബ് ഡെവലപ്മെൻറ്റ്, പിന്നെ ഡിഫറെൻ്റ് അക്കൗണ്ടിങ് കോഴ്സസ്. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എമർജിങ് ടെക്നോളജി കോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ കൂടാണ്ട് നമ്മൾ നോർമൽ ട്രെയിനിങ് അല്ല നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ ഇൻഡസ്ട്രി ലെവൽ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, കാരണം നമ്മളിവിടെ തിയറി മാത്രം സാധാരണ കോളേജ് ലെവൽ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഇൻഡസ്ട്രി ലെവൽ അവർ വൺ ദേ ഫിനിഷ് ദ ട്രെയിനിങ് ദേ ക്യാൻ വർക്ക് ഓൺ ഇറ്റ്. ആ ലെവൽ കോൺഫിഡൻറ്റ് അവർ ഇവിടുന്ന് അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് സ്റ്റുഡൻസ് ഇവിടുന്ന് പോവുക. കൂടാണ്ട് നമ്മൾ കോളേജ് സ്റ്റുഡൻസിന് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേ കൂടാണ്ട് ഇപ്പം കോളേജ് മീൻസ് UG PG സ്റ്റുഡൻസിന് വേണ്ട പ്രൊജക്ട് ഗൈഡൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അവിടെ ടെക്നോളജി റിലേറ്റഡ്, പിന്നെ അതേപോലെ എല്ലാ മേഖലയിലും നമ്മൾ, പിന്നെ സോഫ്റ്റ് സ്കില്ല്, പിന്നെ എല്ലാ മേഖലയിലും നമ്മൾ ഇവിടുത്തെ യുവാക്കളാണെങ്കിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും എല്ലാവരെയും എൻറിച്ച് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഈ നമ്മളെ കാസർഗോഡ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ആ ഒരു ലെവൽ. കാരണം കൂടാണ്ട് മെയിൻലി നമ്മൾ രണ്ടുപേരെന്ന് പറയുന്നത് പ്രൊഫഷണലി, കാരണം എഡ്യൂക്കേഷൻ പരമായിട്ട് എൻ്റെ പാർട്ട്ണർ അതിൻ്റെ ഇടയിൽ ഒന്ന് ചോദിക്കാൻ പറ്റി, എന്താണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടാണ്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്? ഞാൻ ആക്ച്വലി ബേസിക്കലി ഞാൻ മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. പിന്നെ കൂടാണ്ട് I was a developer. After that I was a lecturer in computer science. I started my journey as a lecturer in computer science. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ UAE എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റ് അണ്ടർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ ഞാൻ അപ്രൂവ്ഡ് പ്രിൻസിപ്പളാണ്. പിന്നെ കൂടാണ്ട് അവിടെ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ, എഡ്യൂക്കേഷൻ സെക്ടേഴ്സിലും കൂടാണ്ട് IT സെക്ടേഴ്സിലും, IT-യിലെ കോർപ്പറേറ്റ് ട്രെയിനേഴ്സാണ്. പിന്നെ കൂടാണ്ട് ഞാൻ ഡിഫറെൻറ്റ് സ്കൂൾസിൻ്റെ ലൈക്ക് ഡയറക്ടർ ബോർഡ് അംഗമാണ്. അത് നിങ്ങൾ ഇവിടെ കേരളത്തിലാണ് ഇത് ചെയ്യുന്നുണ്ടായതല്ല? ഞാൻ മോസ്റ്റ്ലി എൻ്റെ എല്ലാ ലൈക്ക് എഡ്യൂക്കേഷൻ എൻ്റെ ലൈക്ക് വർക്കിംഗ് ഇൻഡസ്ട്രി മോസ്റ്റ്ലി UAE-ലായിരുന്നു. പിന്നെ ബാംഗ്ലൂരിൽ എനിക്ക് സ്ഥാപനമുണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തത് ലെക്ചറായും അതുപോലെ ഡെവലപ്പറായിട്ടും വർക്ക് ചെയ്തത് ഇന്ത്യയിൽ തന്നെയാണ്. ഓക്കെ, ഇവിടെ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ഞാൻ 3 to 4 years ഞാൻ ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ സയൻസ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ UAE-ൽ ഈ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തത്. അന്നേരം മെയിൻലി IT, ഞാൻ ഹൈ-എൻഡ് ലൈക്ക് ഡിഫറെൻറ്റ് പ്രൊഫസേഴ്സ്, ലൈക്ക് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ IT ഹെഡ്സിനൊക്കെ ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിൽ വളരെ ലൈക്ക് ഹൈ-എൻഡ് IT ട്രെയിനിങ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് ഞാൻ അക്കാദമിക് ഡയറക്ടറായിട്ട് കുറേ വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് ഞാൻ അവിടെ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ അടുത്തൊരു ഫേമസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അതിൻ്റെ ഡയറക്ടറാണ്, അതിൻ്റെ സ്ഥാപകൻ കൂടിയാണ്. പിന്നെ കുറേ ലൈക്ക് മെട്രോപൊളിറ്റൻ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ അത് ഫേമസ് സ്കൂളാണ് UAE-യിൽ. അവിടെ 3 സ്കൂൾസ് ഡിഫറെൻറ്റ് എമിറേറ്റ്സിലുണ്ട്. അതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ്, കൂടാണ്ട് അതിൻ്റെ ഗവർണിംഗ് ബോഡി അംഗം കൂടിയാണ്. ശരിക്കും നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? ശരിക്കും ഞാനിവിടെ കാഞ്ഞങ്ങാടാണ് അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്ഥാപനം നിങ്ങളൊരു പ്രോഫിറ്റബിൾ അല്ല നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കുട്ടികൾക്കുള്ള ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തരത്തെ AI അങ്ങനത്തെ റോബോട്ടിക്സ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലേ? നോർമലി നമ്മളെല്ലാം മെയിൻ എൻ്റെ ലൈക്ക് സർവീസ് മൊത്തം ഗൾഫിലായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പം ഞാനിപ്പം നാട്ടിൽ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ സർവീസ് വൈ വി നോട്ട് യൂസിങ് ഹിയർ, നമ്മളെ സൊസൈറ്റിക്ക് എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാ, ആ ഒരു തോട്ടിലാണ്. അത് മാത്രമല്ല എൻ്റെ കൂടെ അതേ വിഷനിൽ എൻ്റെ പാർട്ണറാണ് മിസ്റ്റർ മഷൂദ്. മൂപ്പറും അതേ വിഷനിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇൻഷാല്ലാ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മഷൂദിനോട് സംസാരിക്കാം. തീർച്ചയായും നമ്മൾ സംസാരിക്കണമല്ലോ, കാരണം ഈ സ്ഥാപനത്തിനൊക്കെ അറിയണമെങ്കിൽ നിങ്ങളെ കുറിച്ച് അറിയണം, അതാണ് ആദ്യം വേണ്ടത്. ഓക്കെ, അപ്പൊ മഷൂദിനോട് സംസാരിക്കണം.
അപ്പം മഷൂദ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാരെന്ന് അറിയില്ലേ വിചായിരുന്നു. ഇപ്പോഴും പറയുമ്പോഴാണ് ഈ നാട്ടുകാരെന്ന് അറിയുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഈ നാട്ടിലുണ്ടായിട്ടേ ഇല്ലാന്ന് തോന്നുന്നല്ലേ. കൂടുതൽ എവിടെയാണ് പഠിച്ചത് ശരിക്കും? ഞാൻ ഗൾഫിലാണ് പഠിച്ചതെല്ലാം. ഓക്കെ. പിന്നെ ഹയർ എഡ്യൂക്കേഷന് യൂറോപ്പിലായിരുന്നു. യൂറോപ്പിലാണ്. ഞാൻ 15 വർഷമായിട്ട് സ്പേസും എയറോസ്പേസ് ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. UAE സ്പേസ് പ്രോഗ്രാമിൻ്റെ ഒരു ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്ന് പറയാം. കുറേ പ്രോജക്ട്സ് ലീഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഓഗ്മെന്റേഷൻ സിസ്റ്റം GNSS പ്രോജക്റ്റ്. അതിൻ്റെ പ്രോഗ്രാം മാനേജറായിരുന്നു ഞാൻ UAE വേണ്ടി. അതൊരു ഇൻ്റർനാഷണൽ കൊളാബറേഷൻ പ്രോജക്റ്റ് ആയിരുന്നു ഫ്രഞ്ച് സ്പേസ് ഏജൻസി ആയിട്ട്. അത് ശരിക്കും പറഞ്ഞെങ്കിൽ ഹൈ പ്രിസിഷൻ നാവിഗേഷൻ സിഗ്നൽസ്, അതായത് ഈ ഓട്ടോണമസ് വണ്ടികളില്ലേ, ഡ്രൈവർലെസ് വണ്ടി, അതുപോലെ ഡ്രൈവർലെസ്. അപ്പം അതൊരു നെക്സ്റ്റ് ലെവൽ ടെക്നോളജി, അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ബ്രെയിൻ ആയിരുന്നു. അതിൻ്റെ ഇതിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അതുപോലെ ഞാൻ യുനിസെക് എന്ന് പറയും, അതിന് മെമ്പറാണ്. ജാപ്പനീസ് ഗവൺമെൻറ്, അതായത് സ്പേസ് ടെക്നോളജി അഫോർഡബിളായി ഡെവലപ്പിംഗ് കൺട്രീസിൽ പഠിപ്പിക്കാൻ പറ്റുന്ന കുട്ടികൾക്കും എല്ലാവർക്കും അതിൻ്റെ ഒരു മെമ്പറാണ് ഞാൻ. അപ്പം ഞാനും ലത്തീഫ് സാറും കൂടി ഞങ്ങൾക്ക് കേരളത്തിൽ, ഞങ്ങൾ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ല, കാരണം എല്ലാവർക്കും കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥയുണ്ട്. അപ്പം ആ ഒരു ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ തുടങ്ങാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടാ, നിങ്ങൾ യൂറോപ്പിലുണ്ടായെന്ന് പറഞ്ഞു. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ചെറുപ്പക്കാരിലെന്ന് പറഞ്ഞാൽ എവിടെ സെറ്റ് ചെയ്യുന്നത്, ഗൾഫിൽ മുട്ടി യൂറോപ്പിലാണ് സെറ്റ് ചെയ്യുന്നത്, UK ആയാലും പിന്നെ എവിടെയായാലും. അങ്ങനെ ഒരു ചിന്താഗതി എന്താണ് നിങ്ങൾക്ക് ഇല്ലാതെ പോയത്? കാരണം നിങ്ങൾ പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു നല്ല ലൈഫ് അവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെയും ഇങ്ങനെ ഒരു ചെറിയെന്നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാൻ? എന്താണ് നിങ്ങളത്? ഇതിന്റെ പിന്നാലെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞെങ്കിൽ, ഞങ്ങൾ ഇവിടെ ഒറ്റൊരു സ്ഥാപനം തുടങ്ങിയിരിക്കാനല്ല ഞങ്ങളെ ഉദ്ദേശം. ന്യൂ ഇമേർജിങ് ടെക്നോളജീസ് അതിൽ ഗവേഷണം ചെയ്ത് യുഗത്തിന് ആവശ്യമുണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കി അത് കുട്ടികൾക്ക്. കാരണം ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്ന മോസ്റ്റ് ഓഫ് ദ കോഴ്സസ് ഔട്ട്ഡേറ്റഡ് ആണ്. അതിപ്പം നിങ്ങൾക്കറിയാലോ, ഇന്ത്യൻ്റെ ജനസംഖ്യൻ്റെ ഒരു ഹ്യൂജ് എമൗണ്ട് അൺഎംപ്ലോയിഡ് ആണ്. അൺഎംപ്ലോയിഡ് ആയത് എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് റിക്വയർഡ് സ്കിൽ സെറ്റ് ഇല്ലാത്തൊരു കിട്ടിയില്ല. അപ്പൊ ആ ഒരു സംഭവം നിങ്ങളെ മനസ്സിലുണ്ടാവും. അത് സ്കില്ലുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്, പക്ഷെ അവർക്ക് കൊടുക്കാനുള്ള എഡ്യൂക്കേഷൻ. കാരണം നിങ്ങൾ ആ പഠിച്ച ഒരു ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് ആ ഒരു സഫർ ചെയ്തല്ലോ, നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവും. കാരണം ലൈഫ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ സ്ഥാപനം തുറന്നിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പൊ അതായിരിക്കും നിങ്ങളെ ഉദ്ദേശം തോന്നുന്നു. അപ്പൊ നമ്മൾ ആ ഒരു ബ്രിഡ്ജിങ് കോഴ്സ് എന്നാണ് ഞങ്ങൾ മെയിൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു ഗ്യാപ്പ്, അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റമും ഇൻഡസ്ട്രിയും അതിൽ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക്, പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്കും അവർക്ക് ഇവിടെ വന്ന് പഠിച്ച് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അവർക്ക് ഇൻഡസ്ട്രി ലെവൽ എക്സ്പീരിയൻസ് കയറി ജോബ് മാർക്കറ്റിൽ. കാരണം ഞാൻ ആസ് എ പ്രോജക്ട് മാനേജർ ഉണ്ടാകുമ്പോൾ ഇഷ്ടംപോലെ നമ്മൾക്ക് CVs ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മോസ്റ്റ് ഓഫ് ദം വെയർ നോട്ട് മീറ്റിംഗ് ദ റിക്വയർമെൻറ്റ്സ്. അപ്പം അത് ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നല്ല പഠിച്ച് ഇറങ്ങി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വെൻ ഇറ്റ് കംസ് ടു റിയൽ മാർക്കറ്റ് ദേ ഡോണ്ട് മീറ്റ് ദ റിക്വയർമെൻറ്റ്സ്. അപ്പം ആസ് എനി ഓർഗനൈസേഷൻ അവർക്ക് ഒരാളെ എടുത്ത് പണി 0 മുതൽ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ ആരും നിൽക്കില്ല. അത് കാരണം അത് വലിയൊരു എവിടെ പോയാലും ആദ്യം എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന. അപ്പം ആ ഒരു അവസ്ഥ ആയിരിക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കുണ്ട ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ആസ് എ ലോഞ്ച് പാഡ് എന്ന് കണക്ക് കൂട്ടാം. ഇവർ ഇവിടെ വന്ന് ആ ഒരു എക്സ്പെർട്ടീസ് ഗെയിൻ ചെയ്ത് അന്നെങ്കിൽ വൺസ് ദേ ഗോ ഔട്ട് ദേ ആർ വെൽ കേപ്പബിൾ ഇനഫ് ടു ക്രാക്ക് എനി ഇന്റർവ്യൂസ്. ശരിക്കും ഇപ്പൊ ഇവിടെ ചില ആള് ചാരിറ്റിയിലും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആണെങ്കിൽ നിങ്ങൾ പറയാം അല്ലെ, ഇത്ര നിങ്ങൾ പഠിച്ച വിദ്യാഭ്യാസം നിങ്ങൾ എന്നാൽ അത്ര എക്സ്പെൻസ്, അത്രയും കാശെല്ലാം മുതലിട്ടിട്ടായിരിക്കും നിങ്ങൾ പഠിച്ചതും അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ പഠിച്ചത്. അപ്പൊ ആ ഇത് നിങ്ങൾ അറിവ് കൊടുക്കാന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു
ആ ഒരു ഇതാണ് അല്ലേ, അതായത് ഇപ്പോൾ കിട്ടാത്ത കുട്ടികൾക്ക് അതായത് ഇവർക്ക് ഉള്ള കുറച്ച് വിദ്യാഭ്യാസം, ഈ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ടൈപ്പ് റൈറ്റിങ് അല്ലെങ്കിൽ പിന്നെ MS Office ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ആ ലെവലിൽ നിന്ന് മാറിയിട്ട് ഇപ്പം കുട്ടികളെ ചിന്തയും ബുദ്ധിയൊക്കെ മാറിയല്ലോ. ഇപ്പം സ്ക്രീനിലാണ് കുട്ടികൾ ഉള്ളത്. നമ്മളെക്കാളും ഇപ്പം ബുദ്ധിയുള്ളവർ കുട്ടികളാണ്. അപ്പം ആ കുട്ടികളെ ഡെവലപ്പ് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യ ഘട്ടമാണ്. അപ്പം അങ്ങനെ ഒരു ഗവൺമെന്റിന് സപ്പോർട്ട് ഇല്ലാത്ത സമയത്ത് നിങ്ങളെപ്പോഴത്തെ ചെറുപ്പക്കാരായി ഇറങ്ങുന്നത് അഭിനന്ദനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിന് എൻ്റെ ഒരു അഭിനന്ദനം നിങ്ങൾക്ക് നേരുന്നു. കൂടാതെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഇപ്പോൾ വരുന്ന കുട്ടികളുണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ +2 കഴിഞ്ഞും പിന്നെ അതേപോലെ SLC കഴിഞ്ഞ കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒരു കരിയർ ഗൈഡൻസ് കൊടുക്കാന്നുള്ളത്. അപ്പോൾ ആ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ആ കുട്ടികളിൽ തിരഞ്ഞെടുത്ത് നിങ്ങൾ അവർക്ക് വേണ്ട ഇത് കൊടുക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ. ഇപ്പോൾ പൊതുവേ എന്ന് പറഞ്ഞെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു സ്കാം പോലെയാണ്. കാരണം ഇഷ്ടംപോലെ ഏജൻസി ഉണ്ടാവും. ശരിക്കും ഇതന്നെ ഈ കിഡ്നീന്റെ ഏജൻസി ഉള്ള പോലെ തന്നെ ഇപ്പൊ ഈ വിദ്യാഭ്യാസ രംഗത്തും ഇതുണ്ട്. അതായത് കാരണം കമ്മീഷൻ വാങ്ങിയിട്ടിട്ട് ഇന്ന കോളേജിൽ കൊണ്ടാക്കല് അതൊക്കെ ഉണ്ട്. അപ്പൊ അത് പറഞ്ഞാല് നമ്മള് ഫോർ എക്സാമ്പിൾ ഒരു ഫിലിം കാണുന്ന പോലെയാണ്. ടിക്കറ്റ് കൊടുത്ത് ഒരു 200 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞെങ്കിൽ ഫിലിം രസമില്ലെങ്കിൽ നമ്മൾ പിന്നെ ഇരുന്ന് കാണും, കാരണം നമ്മൾ കൊടുത്തു പോയല്ലോ. അപ്പൊ അതുപോലെ കുട്ടികളും കയറി ഇങ്ങനത്തെ അവർക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സ് അവർക്ക് പോലും അറിയില്ല എന്തുകൊണ്ടാണ് കോഴ്സ് എടുത്തതെന്ന്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർ ആ സിറ്റുവേഷനിൽ എത്തി. അതിന് വലിയ ഞങ്ങളൊരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ അത് പേരൻസ് ആണ് അതിന്റെ ഏറ്റവും വലിയ തെറ്റുകാറ്. അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, പേരൻസിനും ഇതിനെ കുറിച്ച് അറിവില്ലാത്തതുണ്ട്. അപ്പൊ അവരെ കൺവിൻസ് ചെയ്യാൻ ഇങ്ങനത്തെ ഏജന്റുമാരുണ്ട്. ഇങ്ങനെ ഇത്ര ശമ്പളം കിട്ടും ആ കിട്ടും പറഞ്ഞിട്ട് കുട്ടികളുടെ കഴിവ് എന്താണ് അത് കണ്ടെത്തിയിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് അല്ലേ? ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് അതിന് എന്തിനും ഇനിയിപ്പോ AI ഗ്രാഫിക് ഡിസൈൻ ഇതെന്തായാലും വേണ്ടി വരും. ഇനി സ്വന്തം ഒരു സ്ഥാപനം ഒരാൾ തുറന്നിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ടൗൺ, ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളിപ്പം കാഞ്ഞങ്ങാടിന്റെ ഹൃദയഭാഗത്താണ് ഉള്ളത്, കുറച്ചൊരു ട്രാഫിക് സർക്കിളിലാണ് ഉള്ളത്. ഇപ്പൊ ഇവിടെ നിന്ന് മുമ്പത്തെ ഷോപ്പ് ഇവിടെ കാണുന്നില്ല. കാരണം ബിസിനസ് നടക്കുന്ന ഷോപ്പുകൾ കുറെ അകത്തൊക്കെയാണ് ഉള്ളത്. കാരണം എന്താ പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ വന്നപ്പം അവിടത്തേക്ക് ആളെത്താൻ തുടങ്ങി. മുന്നേ അതല്ല, മുമ്പ് ഇവിടെ ഷോ കാണിച്ചിട്ട് വേണം ഷോപ്പുകളിലൊക്കെ ആളെ എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ആ ഒരു രീതി മാറിയത് കൊണ്ട് ഇപ്പൊ അതും കൂടി ഈ പഠിച്ചേ തീരും. ഇപ്പൊ ഇത് എന്തിനായിട്ടും ഒരു ബേസിക് എന്ന് പറയുന്നത് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടി വേണം എന്നുള്ളത്. അപ്പൊ അതും കൂടി നിങ്ങൾ ഇതില് എല്ലാം, അതായത് ഇപ്പോൾ ഞങ്ങള് ഇതിനെ കുറിച്ച് ഇരുന്ന് ഞാനും ലത്തീഫ് സാർ ഇരുന്ന് ഞങ്ങളൊരു R&D നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങള് ഇന്ന് ആവശ്യമുണ്ട്, ഇന്നത്തെ ടെക്നോളജി അറ്റ് പ്രസന്റ് എത്തി നിൽക്കുന്നതും ആ ടെക്നോളജിയിലേക്ക് മീറ്റ് ചെയ്യേണ്ട റിക്വയർമെന്റ്സ് വരുന്ന ഏതെല്ലാം ടൈപ്സ് ജോബ് കുട്ടികൾക്ക് സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടൈപ്സ് സ്പേസ് ടെക്നോളജി, അതുപോലെ EV ടെക്നോളജി, പിന്നെ ഡ്രോൺ ടെക്നോളജി. സ്പേസ് ടെക്നോളജിയിൽ എന്ന് പറഞ്ഞാൽ ആർക്കും കിട്ടാത്തൊരു സംഭവമാണ് ഇപ്പൊ ഇവിടെ അല്ലേ? അതൊക്കെ ഇനിയിപ്പോ അതാണ് ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഗ്രഹങ്ങളാണ് ജീവിക്കാന്ന് പറയും. ഇപ്പൊ ചൊവ്വ ഗ്രഹത്തിനും ഇവിടെ പോയിട്ടാണ് മനുഷ്യന്മാർ താമസിക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന് കൂടുതൽ ഇനിയിപ്പം ഇങ്ങനത്തെ സാറ്റലൈറ്റ് ഈ രീതിയിൽ തന്നെ ആയിരിക്കും കൂടുതൽ ചാൻസുകൾ കിട്ടുന്നത്. അതെ, അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് മെൻ എലോൺ മസ്ക് ആണ്. എലോൺ മസ്കിന്റെ ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറഞ്ഞത് SpaceX ആണ്. SpaceX ആണ് എലോൺ മസ്ക്. അപ്പൊ ഫസ്റ്റ് ട്രില്യണിയർ ഇനി വരാൻ പോകുന്നത് ആ ഒരു സ്പേസ് ഫീൽഡിലായിരിക്കും. അതേസമയത്ത് ഒരു 20 വർഷം മുമ്പ് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ഉണ്ടായ കമ്പനീസും ആൾക്കാരെല്ലാം ഓയിൽ ഫീൽഡ് ആയിരുന്നു. അപ്പൊ ഓയിൽ യുഗം കഴിഞ്ഞു, ഇനിയിപ്പോ നമ്മൾ സ്പേസ് യുഗത്തിലേക്ക് നമ്മൾ കയറി ഇരിക്കുകയാണ്. അപ്പം സ്പേസ് യുഗത്തിൽ കയറുമ്പോൾ അതിന് റിക്വയർഡ് ആയിട്ടുണ്ട് സ്കിൽ സെറ്റ്, അത് എന്തെല്ലാം ആവശ്യം. അപ്പൊ ആ ഒരു യുഗത്തിലെ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഞങ്ങളിവിടെ മെയിൻ ഫോക്കസ് ചെയ്ത്. അത് വലിയ ആൾക്ക് മാത്രമല്ല കുട്ടികൾക്കും ഞങ്ങൾ ബൂട്ട് ക്യാമ്പ് ബൂട്ട് ക്യാമ്പിൽ എന്താണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ബൂട്ട് ക്യാമ്പിൽ ഞങ്ങൾ മെയിൻ ഉദ്ദേശിക്കുന്നത് മൈക്രോ കൺട്രോളേഴ്സ് എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, അതുപോലെ സ്വന്തമായിട്ട് ആപ്സ് ഉണ്ടാക്കാം, വെബ് ഡിസൈൻ എങ്ങനെ ഉണ്ടാക്കാം. ചെറിയ കുട്ടികൾക്ക് ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളല്ല 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ വെക്കേഷൻ അല്ലേ, അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്? കുറെ കാര്യങ്ങളുണ്ട് ഇഷ്ടംപോലെ. അതായത് നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഒരു 10 വയസ്സിന്റെ കുട്ടി ഒരു ആപ്പ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 10 ആപ്പ് അത്യാവശ്യം കുട്ടി ഇപ്പം വേണമെങ്കിൽ ഗെയിം കളിക്കാന്ന് പറയും. ആപ്പ് ഉണ്ടാക്കാമെന്നൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, ഇവിടെ ഞങ്ങൾ പഠിപ്പിക്കും. അത് ഞങ്ങൾ ഗ്യാരണ്ടീഡ് ആണ്. ഒരു സെഷൻ കഴിഞ്ഞ് ഇടുന്ന് പോകുമ്പോൾ വീട്ടിൽ പോയി നിങ്ങൾക്ക് ആപ്പ് ഉണ്ടാക്കി കുട്ടികൾ തരും. ആ ആപ്പ് വേണമെങ്കിൽ അവർക്ക് പ്ലേ സ്റ്റോറിൽ അവർക്ക് രജിസ്റ്റർ ചെയ്ത് ഇൻകം ഉണ്ടാക്കാം. അതുപോലെ വേറെയും കുറെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, സ്പേസ് റിലേറ്റഡും AI റിലേറ്റഡും. അപ്പോൾ
അപ്പോൾ അത് എവിടെയും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സാധാരണ ഇഷ്ടംപോലെ ഇവിടെ സ്ഥാപനങ്ങളെല്ലാം കുറെ എന്തെല്ലാം പറഞ്ഞ് ഉണ്ടാക്കും. ശരിക്കും നിങ്ങൾ പറയുന്നില്ല, ഇവിടെ വന്നിട്ട് നോക്കാം, അതാണ് പറയുന്നത് അല്ലേ. ഈ ബൂട്ട് ക്യാമ്പിൽ വന്നിട്ട് ഇപ്പൊ നിങ്ങൾ കുറച്ച് കുട്ടികളെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ നിങ്ങൾ പറയുന്നത് അവർ ട്രെയിനർമാരായിട്ട് മാറിയുന്നു. അപ്പൊ എനിക്ക് അറിയുന്നത് നിങ്ങൾ അത്രയും അവർക്ക് ഇത് കൊടുക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത്. മെയിനായിട്ട് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. ലൈക്ക് നോട്ട് ഓൺലി തിയറി, ലൈക്ക് നമ്മൾ പ്രാക്ടിക്കലി അവർ ഇംപ്ലിമെന്റ്, അതാണ് ശരിക്കും വേണ്ടത്. മെയിൻലി ജസ്റ്റ് ഒന്ന് തിയറി കൊടുത്തിട്ടൊന്നും ആ ഒരു അത് ഞാൻ കറക്റ്റ് പറയാലോ ലത്തീഫേ, അത് കറക്റ്റ് ഞാൻ പറയാം. പക്ഷെ ഏകദേശം ഇവിടെ കുറേ ലൈസൻസ് എടുത്തിട്ടുണ്ട്. ലേഡീസ് ഇപ്പം ലൈസൻസ് എടുക്കുന്നുണ്ടല്ലോ, എത്രയോ ആൾക്കാർ, 50% ആൾക്കാർക്കും വണ്ടി ഓടിക്കാൻ അറിയാതെ ലൈസൻസ് എടുത്ത് തിയറി കിട്ടാതെ, അതായത് വണ്ടി ഓടിക്കാൻ കിട്ടാതെ പിന്നെ അവരെങ്ങനെയാണ് ഈ പിന്നെ പഠിക്കുക. അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. വിദ്യാഭ്യാസം പിന്നെ ഇത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് പ്രാക്ടിക്കലായിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ലല്ലോ. നമ്മൾ മെയിനായിട്ട് അതിനെ പ്രാക്ടിക്കലി അവർക്ക് ഇംപ്ലിമെന്റ് അതാണ് മെയിനായിട്ട് ചെയ്യും. പിന്നെ കൂടാണ്ട് നമ്മൾ വേറൊന്ന് പറയാനില്ല, നമുക്ക് R&D എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ രണ്ടാളും റിസർച്ചിൽ ഉണ്ടായതുകൊണ്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു വിങ്ങനെ നമുക്കുണ്ട്. മോസ്റ്റ്ലി നമ്മൾ ആ റിസൾട്ട് R&Dന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പുതിയ ഇന്നോവേഷൻസ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് അതിനെ നമ്മളെ കോഴ്സൊക്കെ അതുപോലെ അപ്ഡേറ്റ് ആക്കും. പിന്നെ ഞാൻ ഇവിടെ കണ്ടതിന് കുറേ റൂമുകളുണ്ട് നിങ്ങൾക്ക്, അതായത് പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ ഇത് കുറേ റൂമുകൾ, എന്ത് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് പ്രാക്ടിക്കൽ ലാബ്സ് ഉണ്ട്, തിയറി റൂംസ് ഉണ്ട്, പിന്നെ നമുക്ക് ഇന്നോവേഷൻ ഹബ്ബ്, ഇന്നോവേഷൻ ലാബ്സ് ഉണ്ട്. കാരണം അത് നമ്മൾ ഇന്നോവേഷന് വേണ്ടിയിട്ട് R&Dക്ക് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന പുതിയ പുതിയ ഇന്നോവേഷൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂംസ് ആണ്. അപ്പൊ നമ്മൾ മെയിൻ തോട്ട്സ് നമ്മൾ സ്കാലബിലിറ്റി ആ ലെവലാണ്. അപ്പം എല്ലാ ഭാവങ്ങളും നേരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഒരു ഫ്രീ ആയിട്ട് ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് കൊടുക്കുന്ന പറഞ്ഞത് എവിടെയുള്ളവരാണ്? അദ്ദേഹം നിങ്ങൾ തന്നെ കൊടുക്കുന്നത് അല്ല വേറെ ആരെങ്കിലും ആണത്? അല്ല, കരിയർ ഗൈഡൻസ് തിങ്കളാഴ്ച 6-ാം തീയതി 11 മണിക്കാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്തത്. അത് മുജിബുള്ള ഖൈന്ദാർ, മൂപ്പര് കരിയർ ഗൈഡൻസിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. മൂപ്പർ എന്തോ നമ്മൾ ഭാഗ്യത്തിന് മൂപ്പർ ഈ ടൈം ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന, ഞാൻ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് മാഷാ അല്ലാഹ് ആ ടൈമും കറക്റ്റ് സൂട്ടായി. അതുകൊണ്ട് മൂപ്പർ അതുകൊണ്ട് നമുക്ക് ഡേറ്റ് തന്നു. ഡേറ്റ് കിട്ടിയതിൽ വളരെ സന്തോഷം. അപ്പം 11 മണിക്ക് നമ്മളെ സ്ഥാപനത്തിൽ വന്നിട്ട് ഇതിനെന്താണ് പ്രൊസീജിയർ? അത് എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യേണ്ടത്? അതിൽ നമ്മൾക്ക് കുറച്ച് ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. അത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന കുറച്ച് പേർക്കോ നമ്മൾക്ക് അത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന അവരൊക്കെ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുന്നത്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് ഞാൻ ഇതിൽ അറിയിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അവർക്ക് അത് രജിസ്ട്രേഷൻ. അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഈ ബൂട്ട് ക്യാമ്പ് അതിനും പരിമിതി ഉണ്ട്. ഇത്ര ബൂട്ട് ക്യാമ്പ് നമ്മൾ ആദ്യത്തെ നമ്മൾ ഇൻട്രൊഡക്ടറിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ ആദ്യം 2 വീക്സ് മാത്രമാണ് നമ്മൾ ലിമിറ്റിൽ നമുക്ക് ഒരു പെർ ഡേ 10 സീറ്റ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതും റീ രജിസ്റ്റർ ചെയ്ത ആൾക്കാർ നമ്മൾ ഓർഡർ അനുസരിച്ച് മാത്രമേ എടുക്കുള്ളൂ. കൂടാതെ വെക്കേഷൻ ക്ലാസ് 6-ാം തീയതി തിങ്കളാഴ്ച മുതൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ശരി എന്നാൽ, അപ്പോൾ ഇനി തിങ്കളാഴ്ച കരിയർ ഗൈഡൻസ് ക്ലാസ്സിനുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നന്നായി പോട്ടെ. ഓക്കെ, ഇൻഷാ അല്ലാഹ്.